കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തെ ഫലം നോക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾക്കാണ് ഇടവക്കൂറ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഇടവക്കൂറുകാരുടെ ഫലം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കാർത്തിക മുക്കാലുകാർക്ക് വളരെ ഗുണകരമാണ്. അവർക്ക് കൂടുതൽ ശോഭനീയമായ സമയമാണ്. എങ്കിലും സാമ്പത്തിക വിഷയങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. ദുർവ്യയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായി കാശ് മുടക്കേണ്ടി വരിക, വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടുന്നതാണെന്ന് ധരിച്ച് ധാരാളം ധനം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയൊക്കെ സംയമനം പാലിക്കേണ്ടതാണ്, നിയന്ത്രണം വേണ്ടതാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ സൂക്ഷിക്കേണ്ടതായ ഒരു സമയമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലവും കൂടി മോശമായിരിക്കുന്നതിനാൽ കുറച്ച് ശ്രദ്ധ അനിവാര്യമായിട്ടുണ്ട്. കൂടുതൽ കേസ് പോലുള്ള കാര്യങ്ങളിൽ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കലഹങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കലഹങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ കലഹം നടത്തുക എന്നുള്ളതല്ല, കലഹ വിഷയങ്ങളിൽ പങ്കെടുത്ത് സമരസപ്പെടുത്താൻ ശ്രമിക്കുന്നതിലും ഒക്കെ മധ്യവർത്തി ചമയുന്നതും ഒക്കെ ദോഷകരമായി വരാം. അത് വളരെ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, കലഹം സ്വജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനമാണ്. നീചരായിട്ടുള്ള ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കാർത്തിക മുക്കാല്, രോഹിണി, പിന്നെ ഉള്ളത് മകയിരം ആദ്യ പകുതിയാണ്. മകയിരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകുന്നതാണെങ്കിലും സാമ്പത്തിക ദുർവ്യയം വർദ്ധിക്കും. വരവും ചെലവും ഒന്നുപോലെ അധികരിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഭൂമിയോ ആഡംബര വസ്തുക്കളോ മറ്റും വാങ്ങിയിട്ട് അതിൽ ധാരാളം ധനം നഷ്ടപ്പെട്ടിട്ട് ഉഴലാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം മകയിരം ആദ്യ പകുതിക്കാർ. മൂത്രാശയജന്യ രോഗങ്ങളുള്ള മകയിരം നക്ഷത്രത്തിലെ ആദ്യ പാദക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അതെല്ലാം കഠിനമായി തീരാൻ സാധ്യതയുണ്ട്. പൊതുവെ അത്ര നന്നായിട്ടുള്ള ഫലമല്ല 1200 ആണ്ട് കൊല്ലവർഷത്തെ ഇടവക്കൂറുകാർക്ക് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും തീർത്തും ദോഷകരം എന്നല്ല, കുറച്ച് ശ്രദ്ധ അനിവാര്യമാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇഷ്ടദേവതാ ഉപാസന വളരെ ഗുണം ചെയ്യുന്നതാണ്. വൈഷ്ണവ പ്രീതികരങ്ങളാകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. ശൈവ വൈഷ്ണവ സമന്വയമായ ദേവതകളെ പൂജിക്കുന്നതിലൂടെ ഒരുപാട് ദോഷങ്ങൾ പരിഹൃതമാകുന്നതാണ്.